നമ്മൾ നിയോ ലിബറലിസം എന്ന വാക്ക് പലപ്പോഴും നമ്മൾ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു വ്യക്തി കൂടിയാണ്. കാരണം ഓരോ ദിവസവും അതിന്റെ ഗുണദോഷങ്ങളിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ഈ ഒരു താരതമ്യേനെ ഒരു 30 വയസ്സിന് മേലെയുള്ള ഓരോ ആൾക്കാരും 91 മുമ്പുള്ള ഇന്ത്യന്റെ ഒരു അവസ്ഥയും 91 ശേഷമുള്ള ഒരു ഇന്ത്യന്റെ അവസ്ഥയും നല്ല രീതിയിലേക്ക് നമുക്ക് രണ്ടൊരു ഡിവൈഡ് ശരിക്കും നമുക്ക് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ശങ്കരൻ സാർ പറഞ്ഞ ആ തുടക്കത്തിൽ നിന്ന് അതിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയാൽ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ സമയത്ത് നെഹ്റു ഒരു പിന്നെ നെഹ്റുവിന്റെ ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ തന്നെ പറയുന്നതാണ് ഇന്ത്യയിലെ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അതിൽ തന്നെ പട്ടിണി ആണ്, ദാരിദ്ര്യം, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് നമ്മൾ 75 വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ നാം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, ഈ സാമ്പത്തിക കുറേ സാമ്പത്തിക നയങ്ങളിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ ഇന്ന് ഈ 2024 എവിടെ നിൽക്കുന്നു എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എങ്ങനെയാണ്, പട്ടിണിയുടെ അവസ്ഥ എങ്ങനെയാണ്, ദാരിദ്ര്യം എങ്ങനെയാണ്, അസമത്വത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടും നമുക്ക് വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ എല്ലാം സംസാരിക്കുമ്പോഴും ഇന്ത്യയുടെ തുടക്കം മുതൽ ഇന്ത്യയുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ റഷ്യയിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരു ആസൂത്രണ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ 5 ഇയർ പ്ലാനിലൂടെ നമ്മൾ ഇന്ത്യ കടന്നു പോകും. ആ ഇന്ത്യ കടന്നുപോയി നമ്മൾ 1985 കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ നിയോ ലിബറലിസം അല്ലെങ്കിൽ ഈ നവ ഉദാരീകരണ നയങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേൾക്കാൻ തുടങ്ങി. അത് 1985 ടെലികോം മേഖലയിലാണ് ഇത് തുടക്കം വെച്ചത്. 91 ശേഷം നമ്മൾ അത് വളരെ എല്ലാവരും, സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി പുത്തൻ സാമ്പത്തിക നയങ്ങളായിട്ട് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന രീതിയിലേക്ക് സാധാരണ ജനങ്ങൾക്കും ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ലിബറലിസം എന്നുള്ള ഒരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കേൾക്കാനും അല്ലെങ്കിൽ അറിയാനും തുടങ്ങി. ഞാൻ ഇവിടെ എന്റെ അവതരണത്തിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്, നിയോ ലിബറലിസത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്, പിന്നെ അതിന്റെ ഭൗതിക അടിത്തറ, അതിന്റെ ഒരു തിയററ്റിക്കലായ ബേസിസ്, ഏതെല്ലാം പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിസ്റ്റുകളാണ് അതിന് ഒരു തിയററ്റിക്കൽ ബേസിസ് കൊടുത്തത്. പിന്നെ ഈ നിയോ ലിബറലിസം പല രാജ്യങ്ങളുടെ എക്സ്പീരിയൻസ്, ലോകത്തിലെ പല രാജ്യങ്ങളിൽ എങ്ങനെയാണ് നിയോ ലിബറലിസം പല പേരുകളിലും എല്ലാം നടപ്പിലാക്കേണ്ടത്, അതെങ്ങനെയാണെന്ന്, അതിന്റെ ആഘാതങ്ങൾ നമുക്ക് വളരെ വിലയിരുത്തേണ്ടത്. കാരണം അവിടെയാണ് നേരത്തെ സാർ പറഞ്ഞ പോലെ ആഘാതങ്ങളിലേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഈ ആഘാതങ്ങൾ, ഇന്ത്യൻ സാഹചര്യത്തിലെ ആഘാതങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യണം. പിന്നെ അതിനൊപ്പം നമുക്ക് ചില വികസന മാതൃകകൾ, കാരണം ഒരു ബദൽ സമീപനം കൂടി നിയോ ലിബറലിസത്തിന് ഒരു ബദൽ കൂടി നമുക്ക് മുന്നോട്ട് വെക്കണം. ഈ ബദൽ പലപ്പോഴും ബദലുകൾ മുന്നോട്ട് വെക്കുന്ന ആ ആശയഗതിക്ക് എത്രത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. കാരണം ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ആ കോണ്ടക്സ്റ്റ് തന്നെ പറഞ്ഞ് ഇതിലേക്ക് വരാം. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തിൽ തന്നെ നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യ ലോകത്ത് തന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അവകാശപ്പെടുന്നു. പക്ഷേ ഒരു 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് അവകാശപ്പെടുമ്പോൾ അതിന് നേരെ മറുവശം എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയിലെ മാനവ വികസന സൂചികയിലും ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മാനവ വികസനവുമായി ബന്ധപ്പെട്ട ഏത് സൂചികകൾ എടുത്ത് പരിശോധിച്ചാലും ഇന്ത്യയുടെ സ്ഥിതികൾ അത്ര മെച്ചപ്പെട്ടതല്ല. പട്ടിണി, ദാരിദ്ര്യം, അസമത്വം, തൊഴിലില്ലായ്മ, പോഷകാഹാരക്കുറവ്. അപ്പം അവിടെ തന്നെയാണ് നമുക്ക് ഒരു വലിയൊരു ഡിബേറ്റ് തന്നെ കൊണ്ടുവരേണ്ടത്. കാരണം സാമ്പത്തിക വളർച്ച നേടി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ഈ രാജ്യത്ത് എന്തുകൊണ്ട് ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ, ഏറ്റവും സാധാരണ ജനങ്ങളെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നു?
അപ്പൊ ആ വിഷയത്തിൽ കൊണ്ടാണ് നമ്മൾ ഈ നിയോ ലിബറലിസത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. അപ്പം അവിടെ തന്നെ നമുക്ക് ഈ നിയോ ലിബറലിസം എന്ന അതിന്റെ ഒരു ആശയഗതി എന്ന് പറയുന്നത് ലോകത്ത് തന്നെ മുതലാളിത്തം ഏറ്റവും പൊതുവിൽ സ്വീകരിച്ചു വരുന്ന എല്ലാ ആശയഗതികളെയും അല്ലെങ്കിൽ അതിനെ നമ്മൾ ജനറലി നമ്മൾ പറയും അത് നിയോ ലിബറലിസം. അപ്പൊ ആഗോളതലത്തിൽ തന്നെ അത് തന്നെ നമുക്ക് പലപ്പോഴും നിയോ ലിബറലിസത്തിന്റെ ഒരു ആശയഗതി തുടങ്ങിയത് പിന്നെ ക്ലാസിക്കൽ ഇക്കണോമിക് തൊട്ടേണ്ട്. അപ്പൊ ക്ലാസിക്കൽ ഇക്കണോമിക് തോട്ടിൽ തന്നെ ആഡം സ്മിത്തിന്റെ ഐഡിയ തന്നെ ആഡം സ്മിത്തിന്റെ ഐഡിയയിൽ തന്നെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് വ്യക്തിയാധിഷ്ഠിത അല്ലെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലെ വ്യക്തിയാധിഷ്ഠിത ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ ഇൻഡിവിജ്വലിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ അന്ന് വന്നെങ്കിലും അതിനുശേഷം നമ്മൾ ഒരു ഇക്കോണമി, അപ്പം 1776 ക്ലാസിക്കൽ ഇക്കണോമിക് തോട്ട് ആരംഭിച്ചത്. അപ്പൊ ക്ലാസിക്കൽ 776 കാരണം എന്ന് പറഞ്ഞാൽ ആ വർഷമാണ് പിന്നെ ആഡം സ്മിത്തിന്റെ ബുക്ക് പബ്ലിഷ് ചെയ്തത്, വെൽത്ത് ഓഫ് നേഷൻ ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ 1776 പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഈ ആശയഗതികളെല്ലാം നമ്മൾ ക്ലാസിക്കൽ ഇക്കണോമിക് തോട്ടായിട്ട് പറയുന്നു. അതിനുശേഷം 1930കളിൽ പിന്നെ ലോകം അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, 1930കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ. അതിനൊപ്പം രണ്ടാം ലോക മഹായുദ്ധം. ആ 1930കളിൽ ലോകത്തിന് ഏറ്റവും മാറ്റിമറിച്ച രണ്ട് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ആണ്. ഒന്ന് 1930ലെ ഗ്രേറ്റ് ഡിപ്രഷനും രണ്ടാമത്തെ പിന്നെ രണ്ടാം ലോക മഹായുദ്ധം. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതിൽ നിന്നും രണ്ടാം ലോകമായതിന്റെ പിന്നെ കെടുതിയിൽ നിന്നും അല്ലെങ്കിൽ 1929-32 കാലയളവിലുള്ള ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്നും നമുക്കൊന്നും ഒരു റിക്കവറി ചെയ്യാനുള്ള രീതിയിലേക്ക് പല മുതലാളിത്ത രാജ്യങ്ങളും പല സാമ്പത്തിക നയങ്ങളും വിഭാവനം ചെയ്തു. അങ്ങനെയാണ് ആ സമയത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു ആശയഗതിയായിരുന്നു കെനീഷ്യൻ ഇക്കണോമിക്സ്. ഈ കെനീഷ്യൻ ഇക്കണോമിക്സ് കൊണ്ടുവന്ന ഈ ആശയഗതികൾ അപ്പൊ നമ്മൾ ആദ്യം 1776 മുതൽ ഇല്ല കാലഘട്ടം 1776 മുതൽ നമ്മൾ ക്ലാസിക്കൽ ചിന്താഗതി വന്നു. 1930കൾക്ക് ശേഷം പിന്നെ കെനീഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന് പ്രാധാന്യം വന്നു. പക്ഷെ 1970കളിൽ ഈ ചിന്താഗതിക്ക് അല്ലെങ്കിൽ കെനീഷ്യൻ ചിന്താഗതിക്ക് കുറെ പിന്നെ ആ ചിന്താഗതിയെ ചോദ്യം ചെയ്യുന്ന പുതിയ ആശയഗതികൾ വന്നു. ആ ആശയഗതികൾ പലപ്പോഴും 1970കളിൽ ഒരു സ്തംഭനാവസ്ഥ, അത് നമ്മൾ ഇക്കണോമിക്സിൽ പറഞ്ഞ സ്റ്റാഗ്ഫ്ലേഷൻ ആണ്. ഒരേ സമയം പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ഉള്ള ഒരു അവസ്ഥ 1970കളിൽ സൃഷ്ടിച്ചു. അങ്ങനെ പിന്നെ ഈ എണ്ണ പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഉൽപാദനക്ഷമത കുറയുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ കാലത്തിന് ആ ഒരു സീക്വൻഷ്യലായിട്ട് പറഞ്ഞാൽ 1930കളിൽ ലോകത്ത് മൊത്തം ഈ സാമ്പത്തിക പ്രതിസന്ധിയെയും ഗ്രേറ്റ് ഡിപ്രഷനെയും സെക്കൻഡ് വേൾഡ് വാറിനെയും അഡ്രസ് ചെയ്തു കൊണ്ടുവന്ന കെനീഷ്യൻ റവല്യൂഷൻ വന്നു. അതിനുശേഷം 1970കളിൽ ഈ കെനീഷ്യൻ ചിന്താഗതിയെ തന്നെ പല ആൾക്കാരും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും ആ ഒരു 1970 ശേഷമുള്ള അവസ്ഥയെ നമുക്ക് ജനറലി ഇങ്ങനെ പറയാം, ഒരു പോസ്റ്റ് കെനീഷ്യൻ ഇക്കണോമിക്സ്. കെനീഷ്യന് ശേഷമുള്ള ഒരു സാമ്പത്തിക ചിന്താധാരകൾ, ആ കെനീഷ്യന് ശേഷമുള്ള സാമ്പത്തിക ചിന്താധാരകളിൽ കുറെ ആശയഗതികളുണ്ട്. അതിൽ ഒന്നാണ് മോണിറ്ററിസം, 2 സപ്ലൈ സൈഡ് ഇക്കണോമിക്സ്, 3 റാഷണൽ എക്സ്പെക്ടേഷൻ, 4 നിയോ കെനീഷ്യൻസ്, 4 നിയോ ക്ലാസിക്കൽസ്. അപ്പൊ പല ആശയഗതികൾ 1970 ശേഷം പല ആശയഗതികൾ കെനീഷ്യന് ശേഷമുള്ള പല ആശയഗതികൾ വന്നു. ഈ പല ആശയഗതികൾ എല്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരു ലിബറലിസത്തിന്റെ ഒരു ആംഗിളാണ്. ആ ലിബറലിസത്തിന്റെ ആംഗിളിൽ നിന്നും ഇത് ഇവിടെ നിന്നുണ്ട് കെനീഷ്യനിസത്തിന്റെ പരാജയങ്ങൾക്കുള്ള പ്രതികരണമായിട്ടാണ് ഈ നിയോ ലിബറലിസം ഉയർന്നു വന്നത്. അവിടെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, സ്വതന്ത്ര കമ്പോളങ്ങൾ, പരിമിതമായ ഗവൺമെന്റ് എന്നിവയിൽ ഊന്നി പറയുന്ന ക്ലാസിക്കൽ ലിബറൽ ആശയങ്ങളെയാണ് ഇത് ആകർഷിച്ചത്. ഇതുപോലുള്ള ഈ നവ ലിബറൽ ചിന്തയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇതിന് അടിത്തറ പാകിയത് ഫെഡറിക് ഹയേക്കും മിൽട്ടൺ ഫ്രീഡ്മാനുമാണ്. അദ്ദേഹത്തിന്റെ ഫെഡറിക് ഹയേക്കിന്റെ
ദ റോഡ് ടു സർഫോ. ഈ പഠനം സാമ്പത്തിക തീരുമാനങ്ങളിൽ സർക്കാർ നിയന്ത്രണം ഏകാധിപത്യത്തിലേക്ക് നയിക്കുമെന്ന് വാദിച്ചു. അപ്പം നമ്മളിവിടെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ കൂടി നമ്മൾ കൂട്ടി വായിക്കണം. കാരണം ഇതൊരു കുറച്ച് ടെക്നിക്കലാണ് ഇവിടെ, എന്നാലും നമ്മൾ ഒരു ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് ഇത് നമുക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവതരിപ്പിച്ചിട്ട് ഒരു ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് എത്താം. അപ്പൊ സാമ്പത്തിക തീരുമാനങ്ങളിൽ സർക്കാർ നിയന്ത്രണം പലപ്പോഴും ഒരു ഏകാധിപത്യത്തിലേക്ക് നയിക്കുമെന്നാണ് ഫ്രെഡറിക് ഹയാക്കിന്റെ വാദം. വ്യക്തി സ്വാതന്ത്ര്യത്തിനും സ്വതന്ത്ര വിപണിക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്ട്രോങ് ആയി വാദിച്ചത്. അതുപോലെ തന്നെ ചിക്കാഗോ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ മിൽട്ടൺ ഫ്രീഡ്മാൻ അദ്ദേഹത്തിന്റെ മോണിറ്ററിസം എന്ന ആശയം പണനയങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും സ്വകാര്യവൽക്കരണത്തിനും ഇതേപോലുള്ള നിയോ ലിബറൽ ആശയങ്ങൾക്ക് തന്നെ ഊന്നി പറയുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ബേസ്, നവ ലിബറൽ ചിന്തയുടെ ഏറ്റവും ബേസ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം. 1962 പ്രസിദ്ധീകരിച്ച മുതലാളിത്തവും സ്വാതന്ത്ര്യവും എന്ന മിൽട്ടൺ ഫ്രീഡ്മാന്റെ ബുക്ക് തന്നെയാണ് ഒരു നവ ലിബറൽ ചിന്തയുടെ ഒരു ആണിക്കലായിട്ട് പലപ്പോഴും ആൾക്കാർ പരിഗണിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നിയോ ലിബറലിസത്തിന്റെ ഉയർച്ച പല രാജ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു വന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് എത്താം. അവിടെ തന്നെ യു എസ് എയിൽ ഈ ഒരു നിയോ ലിബറൽ ചിന്തക്ക് തുടക്കം വെച്ചത് റൊണാൾഡ് റീഗനാണ്. 1980കളിൽ അദ്ദേഹം ഒരു നിയോ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കി. റൊണാൾഡ് റീഗന്റെ ഈ നിയോ ലിബറൽ ആശയങ്ങളെ റീഗണോമിക്സ് എന്ന പേരിലാണ് നമ്മൾ പലപ്പോഴും അറിയപ്പെടുന്നത്. പലപ്പോഴും എക്കണോമിക്സിന്റെ പൊതുവെയിൽ ടെർമിനോളജിയിൽ നമ്മൾ അതിനെ ഈ നിയോ ലിബറൽ ചിന്ത, അമേരിക്കയിൽ അക്കാലത്ത് നടത്തിയ നിയോ ലിബറൽ നയങ്ങളെല്ലാം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത ഗണ്യമായ നികുതി ഇളവുകൾ, നിയന്ത്രണം നീക്കൽ, സർക്കാർ ചെലവ് കുറക്കൽ, ഇങ്ങനെയുള്ള മാർക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളും ഭരണകൂടത്തിന്റെ സ്റ്റേറ്റിന്റെ റോള് കുറക്കുന്ന നയങ്ങളെല്ലാം നമ്മൾ ചുരുക്കി ഇങ്ങനെ പറയാം. ഒരു റൊണാൾഡ് റീഗൻ കൊണ്ടുവന്ന ഐഡിയ നമ്മൾ പറയുന്നു റീഗണോമിക്സ് എന്ന രീതിയിൽ. അപ്പം റീഗണോമിക്സ് ഒരു നിയോ ലിബറൽ വേർഷന്റെ ഒരു USA അഡാപ്റ്റേഷൻ ആണ്. അതേപോലെ തന്നെയാണ് 1970-90 കാലഘട്ടത്തിൽ UK പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറും ഇതേ ആശയഗതികൾ തന്നെയാണ് തുടർന്നു പോയത്. ഇതേ ആശയങ്ങൾ തന്നെ തുടർന്നു പോകുമ്പോൾ അവിടുത്തെ ട്രേഡ് യൂണിയന്റെ അധികാരങ്ങൾ കുറക്കുന്നു. ആ സാഹചര്യം ഇന്ത്യന്റെ കോണ്ടക്സ്റ്റ് നമ്മൾ എടുത്ത് വായിക്കണം. ഇപ്പം പുതിയ കാലത്ത് നമ്മൾ എടുത്ത് വായിക്കേണ്ടത് ആവശ്യമുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറക്കുന്നു. അതേ സാഹചര്യം കേരളത്തിന്റെ കോണ്ടക്സ്റ്റിൽ നമുക്ക് ഇപ്പം വായിക്കാൻ പറ്റും. അത് പലപ്പോഴും സെൻട്രൽ സ്റ്റേറ്റിന്റെ മാറ്റങ്ങളെന്ന്. അപ്പൊ അവിടെ തന്നെ മാർഗരറ്റ് താച്ചർ, അപ്പൊ താച്ചറിസം നമുക്ക് വേണം ചുരുക്കി പറയാം. അപ്പൊ UK ഇതേ നിയോ ലിബറൽ ആശയങ്ങൾ കൊണ്ടുവന്നു. ഈ നിയോ ലിബറൽ ചിന്താഗതിനെ നമുക്ക് ചുരുക്കി പറയാം താച്ചറിസം. അപ്പൊ നിയോ ലിബറലിസം USA റൊണാൾഡ് റീഗണോമിക്സ് ആയിട്ട് അവതരിപ്പിച്ചു, UK താച്ചറിസം ആയിട്ട് അവതരിപ്പിച്ചു. എല്ലാ രീതിയിലൊക്കെ അവതരിപ്പിക്കുമ്പോഴും ഇതിന്റെ ബേസിക് സാധനങ്ങളെല്ലാം ബേസിക് നയങ്ങളെല്ലാം ഒരു നിയോ ലിബറൽ സെറ്റിംഗ്സിലാണ്. നികുതി ഇളവ് വരുന്നു, നിയന്ത്രണങ്ങൾ വരുന്നു, സ്വകാര്യവൽക്കരണത്തിന് വലിയ രീതിയിലേക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു. പിന്നെ പടിപടിയായി ട്രേഡ് യൂണിയനിസത്തിന്റെ അല്ലെങ്കിൽ അധികാരങ്ങൾ കുറക്കുന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകളും അല്ലെങ്കിൽ ക്ഷേമ പരിപാടികൾ വെട്ടിക്കുറക്കുന്നു, സബ്സിഡികൾ ഇല്ലാതാക്കുന്നു. ഈ രീതിയിലേക്കാണ് UK US എക്സാമ്പിൾ നമുക്ക് കാണുന്നത്. അതേ എക്സാമ്പിൾ നമ്മൾ ലാറ്റിൻ അമേരിക്കയിൽ പോയാൽ അവിടെ അഗസ്റ്റോ പിനോഷെ ഈ പീരീഡ് 1973 1990കളിലും ഇതേ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കി. അവിടെ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഫ്രീഡ്മാന്റെ കീഴിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മോണിറ്ററിസത്തിന്റെ വക്താവായ മിൽട്ടൺ ഫ്രീഡ്മാന്റെ കീഴിൽ ചിലിയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധരെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു ചിക്കാഗോ ബോയ്സ് ഉണ്ടാക്കി. അപ്പം ചിലിയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധർ ഈ നിയോ ലിബറലിസം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ടീമിനെ സെറ്റപ്പ് ചെയ്തു. ആ ടീമാണ് ചിക്കാഗോ ബോയ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ചിക്കാഗോ ബോയ്സും ഇതേ രീതിയിലേക്കുള്ള നവലിബറൽ സ്വകാര്യവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ തന്നെയാണ് ലാറ്റിൻ അമേരിക്കയിൽ നടത്തിയത്. അങ്ങനെ നടപ്പിലാക്കുമ്പോഴും ഈ വാഷിംഗ്ടൺ കൺസെൻസസ് എന്ന് പറഞ്ഞ ഒരു ആശയം കൂടി നമ്മൾ ഇതിന്റെ കൂടെ കൂട്ടി വായിക്കണ്ടേ. ഇപ്പൊ വാഷിംഗ്ടൺ കൺസെൻസസ് പറഞ്ഞാൽ 1987 ജോൺ വില്യംസൺ ഇതേപോലൊരു ആശയം മുന്നോട്ട് വെച്ചത്. ഈ ആശയം ഈ നിയോ ലിബറലിസവുമായിട്ട് കൂട്ടി വായിക്കണം.
അപ്പൊ നിയോ ലിബറലിസം കൂട്ടി വായിക്കുമ്പോൾ 1970-കൾക്ക് ശേഷമാണ് ഞാൻ പറഞ്ഞ പോസ്റ്റ് കെനീഷ്യൻ ഡെവലപ്മെന്റിന് ശേഷമാണ് ഈ നിയോ ലിബറൽ ആശയങ്ങൾക്ക് ലോകത്ത് പ്രാമുഖ്യം വന്നത്. പക്ഷെ പല രാജ്യങ്ങളിലും പല രീതിയിലേക്കും ഈ നിയോ മുതലാളിത്തത്തിന്റെ ഒരു പുതിയ വകഭേദം എന്ന രീതിയിൽ ഈ നിയോ ലിബറലിസം അടിച്ചേൽപ്പിച്ചു. അപ്പം അവിടെ 1980-കളിലും 90-കളിലും IMF-ഉം ലോകബാങ്ക് പോലുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ ഈ വാഷിംഗ്ടൺ കൺസെൻസസിലൂടെ വികസ്വര രാജ്യങ്ങളിൽ നവലിബറൽ നയങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. ഈ നയ ശുപാർശകളിൽ വ്യാപാര ഉദാരവൽക്കരണം, സാമ്പത്തിക ചെലവ് ചുരുക്കൽ, സ്വകാര്യവൽക്കരണം എന്നിവ ഉൾപ്പെടുന്നു. അവിടെ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ മുതലാളിത്ത രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലേക്ക് മാത്രം സാമ്പത്തിക നയങ്ങൾ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ UK ആയാലും USA ആയാലും മുതലാളിത്ത രാജ്യങ്ങളാണ്, വികസിത രാജ്യങ്ങളാണ്. അവിടെ നമ്മൾ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കി. പക്ഷേ 1980-ന് ശേഷം ഈ വികസിത രാജ്യങ്ങളിൽ മുതലാളിത്ത ശക്തികൾ നടപ്പിലാക്കിയ നവലിബറൽ നയങ്ങൾ അതിനുശേഷം വികസ്വര രാജ്യങ്ങളിലേക്ക്, ഇന്ത്യ പോലുള്ള പല വികസ്വര രാജ്യങ്ങളിലേക്ക് ഇത് നടപ്പിലാക്കണമെന്ന് മുന്നോട്ട് വെക്കുകയാണ് ഈ വാഷിംഗ്ടൺ കൺസെൻസസിലൂടെ. ഇത് ജോൺ വില്യംസൺ 1987-ലാണ് ഈ ആശയഗതി മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഒരു 10 പോയിന്റ് ആയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഞാൻ വളരെ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ. 10 പോയിന്റ് ആയിട്ടാണ് ഈ ആശയഗതികളെ, ഈ ഒരു 10 പോയിന്റ്സ്, വില്യംസന്റെ 10 പോയിന്റ്സ് ആയിട്ടാണ് ഈ വാഷിംഗ്ടൺ കൺസെൻസസ് അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1930 തൊട്ട് ഈ നവലിബറൽ ആശയങ്ങൾ ലോകത്ത് പല രീതിയിൽ വന്നിരുന്നുവെങ്കിലും 1970-ന് ശേഷമാണ് വികസിത രാജ്യങ്ങളിൽ ഈ നവലിബറൽ ആശയങ്ങൾക്ക് ഒരു പ്രാമുഖ്യം വന്നു. 80-കൾക്ക് ശേഷം ഈ അന്താരാഷ്ട്ര നാണയനിധി, IMF-ഉം ലോകബാങ്ക് പോലുള്ള അന്താരാഷ്ട്ര ധനകാര്യ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സാമ്പത്തിക സഹായം, ദാരിദ്ര്യത്തിനും പട്ടിണിക്കും ഇതിൽ നിന്നെല്ലാം ഒരു റിലീഫിനുമുള്ള സാമ്പത്തിക സഹായം ഈ 2 അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വികസ്വര രാജ്യങ്ങളിൽ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കാൻ, നവലിബറൽ നയങ്ങൾ ആരംഭിക്കാൻ തുടക്കം കുറിച്ചു. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് 1985-ൽ ഇന്ത്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലേക്ക് നവലിബറൽ നയങ്ങൾ തുടങ്ങി വന്നു. അതിനുശേഷം 1990 തൊട്ട് നമ്മൾ ഇന്ത്യയിൽ ഇന്ത്യ പിന്തുടർന്ന ഈ ഇന്ത്യൻ പ്ലാനിംഗ് സംവിധാനം പൂർണ്ണമായി തകിടം മറിച്ചുകൊണ്ട് പൂർണ്ണമായി ഒരു പുത്തൻ സാമ്പത്തിക നയം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവന്നു. അവിടെ തന്നെ പിന്നെ ഈ കിഴക്കൻ യൂറോപ്പിൽ നേരത്തെ തുടക്കത്തിൽ ശങ്കര സാർ പറഞ്ഞ ഈ സോവിയറ്റ് യൂണിയന്റെ പതനം, അപ്പം ബെർലിൻ മതിലിന്റെ പതനവും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പല കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും മുൻ സോവിയറ്റ് രാജ്യങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഈ നവലിബറൽ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ സെൻട്രലൈസ്ഡ് പ്ലാനിങ് എക്കോണമിയിൽ നിന്ന് ഒരു മാർക്കറ്റ് ഓറിയന്റഡ് എക്കോണമിയിലേക്ക് മാറും. മുൻകാലങ്ങളിലെല്ലാം ഈ പല രാജ്യങ്ങളും സോവിയറ്റ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം ഒരു സെൻട്രലൈസ്ഡ് പ്ലാൻഡ് എക്കോണമി രീതിയിൽ പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ ഈ നവലിബറൽ നയങ്ങൾ, ഈ വാഷിംഗ്ടൺ കൺസെൻസസിന് ശേഷം ഈ നവലിബറൽ നയങ്ങളിൽ നിന്ന് സെൻട്രലൈസ്ഡ് കേന്ദ്ര ആസൂത്രണ വ്യവസ്ഥയിൽ നിന്നും വിപണി കേന്ദ്രീകൃത, അല്ലെങ്കിൽ വിപണിയാണ്, മാർക്കറ്റാണ് എല്ലാം തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി. അതേപോലെ തന്നെ ഇവിടെ ആഫ്രിക്കയിലും അതേ ഇതിന് 1980-90-കളിൽ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ IMF-ന്റെയും ലോകബാങ്കിന്റെയും മാർഗനിർദ്ദേശത്തിൽ പ്രധാനപ്പെട്ടാണ് ഘടനാപരമായ പരിഷ്കാരങ്ങൾ. അതിനാണ് ഘടനാപരമായ പരിഷ്കാരങ്ങളാണ് നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ഈ ഘടനാപരമായ പരിഷ്കാരങ്ങൾ തന്നെയാണ് സാമ്പത്തികമായ ചെലവ് ചുരുക്കൽ, പൊതുമേഖലക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കാതിരിക്കൽ, വ്യാപാര ഉദാരവൽക്കരണം, എല്ലാ മേഖലകളും സ്വകാര്യവൽക്കരണം, ഈ രീതിയിലേക്കുള്ള ഒരു ആശയഗതിക്കാണ് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിലൂടെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും മുന്നോട്ട് പോയത്. അവിടെ നിന്ന് നമ്മൾ ഏറ്റവും ചൈനയുടെയും ഇന്ത്യയിലെയും സാഹചര്യത്തിലേക്ക് എത്താം. ചൈനയും ഈ 70 തൊട്ട് തന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അത് പൂർണ്ണമായ ഒരു നവലിബറൽ നയങ്ങൾ
പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ അത് വിദേശ നിക്ഷേപത്തിലേക്ക് തുറന്നു കൊടുത്തു, ചില മേഖലകളെ ഉദാരവൽക്കരിച്ചു. എങ്കിലും അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഒരു നേച്ചർ ഉണ്ടായിരുന്നു, ഒരു സെൻട്രലൈസ്ഡ് ഒരു പ്ലാനിംഗ് പ്രോസസ്സിന്റെ ഒരു നേച്ചർ ഉണ്ടായിരുന്നു. അതേപോലെ ഒരു മാർക്കറ്റ് ഡ്രിവൺ എക്കോണമിയും ആയിരുന്നു. ആ രീതിയിലേക്കുള്ള ഒരു പൂർണ്ണമായിട്ടൊരു നവലിബറൽ രീതിയിലേക്ക് മാറാതെ ചൈനയും ഈ രീതിയിലേക്കുള്ള ഒരു നവലിബറലിസത്തിന്റെ ഒരു പുതിയ വേർഷൻ, വേറൊരു വേർഷനിലേക്ക് പോയി. അതുകൊണ്ട് അവിടെ ഒരു സാമ്പത്തിക വളർച്ചയും ലോകത്തിലെ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് ചൈനയ്ക്ക് വളരാൻ സാധിച്ചു. അവിടെ നിന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് എത്തിയാൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ 1990-കളിലാണ് ഒരു സിവിയർ ആയ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വന്ന സമയത്ത് ഇന്ത്യ 1990-കളിൽ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ത്യയിലും ഇതേ നയങ്ങൾ സ്വീകരിച്ചു. ഇതേ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മുൻകാലത്ത് നെഹ്റുവിന്റെ വികസന മാതൃകയെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ടാണ് ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയെ ലിങ്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പരിഷ്കാരങ്ങൾക്ക് 1991 തുടക്കം വെച്ചു. അപ്പൊ ഈ 91 തുടക്കം വെച്ചു. അപ്പൊ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഈ നവ ഉദാരവൽക്കരണം അല്ലെങ്കിൽ ന്യൂ ലിബറലിസം എന്ന ആശയം കൂടുതൽ കേൾക്കാൻ തുടങ്ങി 91 ശേഷമാണ്. ഈ 1991 ശേഷം ഇന്ത്യയിലെ ഈ നിയോ ലിബറൽ കാലത്തെ പരിഷ്കാരങ്ങളുടെ ബാക്കി പത്രങ്ങളാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തത്. പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സാമ്പത്തിക അസമത്വം, ദാരിദ്ര്യം, കാർഷിക ദുരിതം, തൊഴിലില്ലായ്മ, പാരിസ്ഥിതിക തകർച്ച, പൊതുസേവനങ്ങളും ക്ഷേമവും, കോർപ്പറേറ്റ് സ്വാധീനവും, ചങ്ങാത്ത മുതലാളി. ഇതിനെക്കുറിച്ച് നമുക്ക് ഓരോന്നിനെ കുറിച്ചും വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ഇവിടുത്തെ നിലവിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ന്യൂ ലിബറലിസത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റും പറഞ്ഞു, അതിന്റെ ഒരു ഭൗതികമായ അടിത്തറ പറഞ്ഞു. അത് ലോകത്തെ വികസ്വര രാജ്യങ്ങളിൽ എങ്ങനെ നിയോ ലിബറലിസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു. 91 നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ നിയോ ലിബറൽ സെറ്റിംഗ്സിലേക്ക് പൂർണ്ണമായിട്ട് വന്നു. അപ്പൊ 91 തൊട്ട് നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ ഈ നിയോ ലിബറലിസം കൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ ജനതയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ജനത എന്ത് നേടി? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്നത്തെ ഇന്ത്യൻ ജനത എന്ത് നേടി എന്നതിന്റെ ഏറ്റവും നേരത്തെ പറഞ്ഞു സാമ്പത്തിക വളർച്ച നേടി എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. സാമ്പത്തിക വളർച്ച നേടി 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് നമ്മൾ പലപ്പോഴും ക്ലെയിം ചെയ്യുമ്പോഴും അതിന്റെ നേരെ വിപരീതമായി സാമ്പത്തിക അസമത്വങ്ങളും ദാരിദ്ര്യവും കർഷക ദുരിതവും തൊഴിലില്ലായ്മയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇതുപോലുള്ള പല പ്രശ്നങ്ങളുടെയും ഒരു നടുവിലാണ് നിലവിൽ ഇന്ത്യ. അത് തന്നെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പൊ സാമ്പത്തിക അസമത്വത്തിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ടുള്ള പഠനങ്ങളെല്ലാം നടത്തിയത് ഓക്സ്ഫാമിന്റെ പഠനങ്ങളാണ്. ഈ ഓക്സ്ഫാമിന്റെ പഠനങ്ങളെല്ലാം പലപ്പോഴും വെളിപ്പെടുത്തുന്നത് നമ്മളെ മൊത്തം സമ്പത്തിന്റെ 40% കൈവശം വെക്കുന്നത് അതിസമ്പന്നരായ 1% ആൾക്കാരാണ്. അപ്പം ഇവിടെ തന്നെ ഒരു സ്ലൈഡ് ഞാൻ കാണിക്കാം. ഇപ്പം 1951 മുതൽ 2020 വരെയുള്ള പിന്നെ ഇതിന്റെ ഷെയർ ആണ് ആവറേജ് ഷെയർ ഓഫ് ഇൻകം ബൈ എക്കണോമിക് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. അപ്പൊ ആവറേജ് ഷെയർ ഓഫ് ഇൻകം 1951-60 സാമ്പത്തിക അല്ലെങ്കിൽ ഇൻകത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള 50% ആൾക്കാർ 18.56% ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 2011-2020 എത്തുമ്പോൾ അത് 13.2% കുറയുന്നു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസിൽ ആവറേജ് ഷെയർ ഓഫ് ഇൻകം ഓഫ് ടോപ്പ് 1% അതെടുത്തു നോക്കിയാൽ 1951-60 വെറും 13% മാത്രമാണ് ഇൻകം ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത് 21.74 രീതിയിലേക്ക്. ഇപ്പം ഇത് മാത്രമല്ല, ഇനിയും പല ഡാറ്റകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം പല ഡാറ്റകൾ അവൈലബിൾ ആകുമ്പോൾ നമ്മളൊരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ 1-2 ബുക്കിന്റെ അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ട് കൂടി ഇതിനു കൂടെ സൂചിപ്പിക്കാം. ആ പഠന റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന റിപ്പോർട്ടാണ് ഈ നമ്മുടെ ഇന്ത്യയിലെ അസമത്വത്തിന്റെ തോതിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പഠന റിപ്പോർട്ടാണ് ഇന്ത്യൻ ഇൻകം ഇൻഇക്വാളിറ്റി ഫ്രം 1922 to 2015.
ഇന്ത്യയിലെ ഇൻകം ഇൻഇക്വാളിറ്റി, ഇന്ത്യയിലെ ഇൻകം സാമ്പത്തിക അസമത്വം 1922 മുതൽ 2015 വരെ ഫ്രം ബ്രിട്ടീഷ് രാജ് ടു ബില്യണർ രാജ്. ആ പഠനത്തിന്റെ പേരെങ്ങനെയാണ്? അത് തോമസ് പിക്കറ്റിയും ലൂക്ക ചാൻസൻ. തോമസ് പിക്കറ്റി നമുക്ക് അറിയുമായിരുന്നു. ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി എന്ന ഒരു ബുക്ക് എഴുതിയ തോമസ് പിക്കറ്റിയും ലൂക്ക ചാൻസലും കൂടി എഴുതിയ ഒരു പഠനമാണ് 2019 പബ്ലിഷ് ചെയ്തതാണ്. നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയ ഇതാണ് ഇന്ത്യൻ ഇൻകം ഇൻഇക്വാളിറ്റി ഫ്രം 1922 ടു 2015 ഫ്രം ബ്രിട്ടീഷ് രാജ് ടു ബില്യണർ രാജ്. ഈ പഠനം പറയുന്നത് നമ്മൾ 1922 മുതൽ 2015 വരെയുള്ള ഡാറ്റാ ബേസ് ചെയ്തിട്ടുള്ള ഈ പഠനം പറയുന്നത് 1922 മുതൽ 1947 നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ നമ്മൾ ആ കാലത്ത് ബ്രിട്ടീഷ് രാജ്യത്തിൽ നിന്നും നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ ബ്രിട്ടീഷ് രാജ്യത്തിൽ നിന്ന് മാത്രമേ മോചിതരായുള്ളൂ. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും ബില്യണർ രാജിന്റെ പിടിയിലാണ്. അതാണ് ഇന്നും. അപ്പൊ നിലവില് എന്താ ഒരു സാമ്പത്തിക അസമത്വത്തിന്റെ അത് നിയോ ലിബറൽ പോളിസിന്റെ ഭാഗമാണ്. അതാണ് നമ്മൾ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞെങ്കിലും ഇതൊരു നിയോ ലിബറൽ നയത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് സമ്പത്തുള്ളവൻ കൂടുതൽ സമ്പന്നനും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാവുന്ന ഒരു സ്ഥിതിയാണ് ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ സൃഷ്ടിച്ചത്. അപ്പം ഈ പഠനം നമുക്ക് ഒരു പഠന വിധേയമാക്കേണ്ട, ഇതൊരു സ്റ്റഡി ക്ലാസ് പോലെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പഠനം നമുക്ക് ഒരു പഠന വിധേയമാക്കേണ്ട, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ വായിക്കേണ്ട ഒരു പഠനമാണ്. പിന്നെ അതിനൊപ്പം വേറൊരു പുതിയൊരു പഠനം ഇപ്പൊ കഴിഞ്ഞ മാസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പഠനം പറയുന്നത് ഇൻകം ആൻഡ് വെൽത്ത് ഇൻഇക്വാളിറ്റി ഇൻ ഇന്ത്യ 1922 ടു 2023. ആ ഞാൻ നേരത്തെ പറഞ്ഞ 2019 പഠനത്തിന് ശേഷം ഇൻകം ആൻഡ് വെൽത്ത് ഇൻഇക്വാളിറ്റി ഇൻ ഇന്ത്യ 1922 മുതൽ 2023 വരെ. അപ്പം ഇത്രയും പീരിയഡിനുള്ള കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ 101 വർഷത്തെ ഇന്ത്യന്റെ ഇൻകം ഇൻഇക്വാളിറ്റി എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും, അത് വേൾഡ് ഇൻഇക്വാളിറ്റി ലാബ് ആണ് അത് പബ്ലിഷ് ചെയ്തത്. 4 പേരാണ് അത് പബ്ലിഷ് ചെയ്ത്, നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ പഠനം പറയുന്നതും ഇതേ അവസ്ഥ തന്നെയാണ്. കാരണം ഈ കോവിഡിന് ശേഷം നമ്മൾ വിചാരിക്കുന്നത് കോവിഡിന് ശേഷം ഈ റിച്ച് പുവർ ഡിവൈഡ് കൂടിയിട്ടാണ്. ഉള്ളവനും ഇല്ലാത്തവനൊന്നും ഇല്ല അവസ്ഥ. അതിന്റെ റിച്ച് പുവർ ഡിവൈഡ് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അകലം കൂടി വരുന്ന ഒരു അവസ്ഥ ഇന്ത്യയിൽ സംജാതമായി. അപ്പൊ ആ അവസ്ഥ സംജാതമായതിന് കാരണം ഈ നിയോ ലിബറൽ നയങ്ങളാണ്. ഈ നിയോ ലിബറൽ നയങ്ങൾ തന്നെ പലപ്പോഴും ഒരു കോർപ്പറേറ്റ് ഫേവറിസം ചെയ്യുന്ന നയങ്ങളാണ്. അവിടുന്ന് നമ്മൾ പിന്നെ ഈ ദാരിദ്ര്യത്തിന്റെ സൂചികൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, ദാരിദ്ര്യത്തിന്റെ സൂചികളിൽ കുറെ ഡിസ്കസ് ചെയ്യേണ്ട ചെറിയ സമയത്തിനായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ദാരിദ്ര്യത്തിന്റെ സൂചികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുൻകാലങ്ങളിൽ പ്ലാനിംഗ് കമ്മീഷന്റെ എസ്റ്റിമേറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ 2011-12 ശേഷം ആ രീതിയിലേക്കുള്ള എസ്റ്റിമേറ്റ്സ് അവൈലബിൾ അല്ല. അപ്പൊ 2004-5 കാലയളവിൽ ഇന്ത്യയിലെ ഈ പോവർട്ടി റേഷ്യോ 37.2 ആയിരുന്നു 2004-5. പിന്നെ അത് 2011-12 അത് 21.9 ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പീരിയോഡിക് ലേബർ സർവേന്റെ പഠന പ്രകാരം അത് 25.9 ആയി. അപ്പൊ ഇത് പഴയ ഒരു രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ വേയിലേക്കുള്ള ഇന്ത്യയിലെ പോവർട്ടി എസ്റ്റിമേറ്റ്സ് വിലയിരുത്തുന്നു. ആ പോവർട്ടി എസ്റ്റിമേറ്റ്സ് നിന്നും ഇന്ന് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്ന പുതിയ ഒരു സൂചിക ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സൂചികയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. അപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ പറയാം മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ സർക്കാർ, പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഈ പ്ലാനിംഗ് കമ്മീഷന് ശേഷം അതിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്ത് നീതി ആയോഗ് തുടങ്ങി വെച്ചെങ്കിലും ഈ നീതി ആയോഗ് 2023 ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അതിന്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് അവൈലബിൾ ആണ്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഇത് 2023 പ്രോഗ്രസ് റിപ്പോർട്ടിലും പറയുന്നത് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ്. അപ്പൊ നമ്മൾ ഈ ഫിഗർ തന്നെ എടുത്ത് നമ്മൾ നോക്കിയാൽ മതി. 2005-6 കാലഘട്ടത്തിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക 55.34%. അപ്പൊ ഇന്ത്യയിലെ മൊത്തം ജനതയിൽ പകുതിയിലധികം ആൾക്കാർ ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നു. എങ്ങനെയാണ് ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നത്? അത് വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം,
ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട 12 സൂചകങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത്. ഇത് അവിടെ തന്നെ 2005-6 കാലത്ത് ഇന്ത്യയിൽ എന്താ മെജോറിറ്റി അല്ലെങ്കിൽ പിന്നെ രണ്ടിൽ ഒരാൾക്ക് തന്നെ ബഹുമുഖ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് ആണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പഠനം പിന്നെ വെളിപ്പെടുത്തുന്നത്. അവിടെ നിന്ന് നിങ്ങൾ 2005-6 നിന്നും 2015-16 എത്തുമ്പോൾ അത് 24.85 ചുരുങ്ങി. അവിടെ നിന്ന് 2019-21 എത്തുമ്പോൾ 14.96%. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താ ഇന്ന് എല്ലാവരും ക്ലെയിം ചെയ്യുന്നു എന്താ ഇന്ത്യയിലുള്ള ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു. പക്ഷെ ഇന്ത്യയിലുള്ള ഈ ദാരിദ്ര്യ നിരക്ക് കുറഞ്ഞു എന്നത് യഥാർത്ഥ കണക്കാണ്. അതാണ് പലപ്പോഴും സാധാരണ ജനങ്ങളെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇത് യഥാർത്ഥ കണക്കാണ്. ഇത് യഥാർത്ഥ കണക്കാണോ എന്ന ഇതിന് ആൻസർ ഇത് യഥാർത്ഥ കണക്കല്ല. കാരണം ഇപ്പൊ 2019-21 ഇപ്പൊ ഏറ്റവും അടുത്ത് വന്നത് ഇവിടെ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പിന്നെ ഇതിലാണ് 14.96%. അപ്പൊ നമ്മൾ ഓരോ പീരീഡ് എടുത്ത് നോക്കിയാൽ 2005 തൊട്ട് 2016 വരെയുള്ള പീരീഡ് അല്ലെ 2004-14 മൻമോഹൻ സിംഗിന്റെ ഭരണം, 2014 മുതൽ 2024 പീരീഡ് മോദി സർക്കാരിന്റെ ഭരണം. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ രീതിയിലേക്ക് കൂടി, കാരണം ഇതൊരു ന്യൂ ലിബറലിസം പലപ്പോഴും ഒരു ഇക്കണോമിക്സ് വിഷയം മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ എക്കോണമി സെറ്റിംഗ്സിൽ ഒരു എന്താ രാഷ്ട്രീയ സാമ്പത്തിക വിഷയങ്ങൾ വിഷയത്തിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യണം. അവിടെ തന്നെ അപ്പൊ 2019-21 14.96% നമ്മൾ അതിനെ പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ. അപ്പൊ എന്താ ഈ കഴിഞ്ഞ ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ ഏറ്റവും ഈ കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട്, സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലെല്ലാം കൊടുക്കുന്നു പറഞ്ഞു ഇന്ത്യയിലെ ദാരിദ്ര്യം വെറും 15% എത്തിക്കാൻ പറ്റി. അപ്പൊ 2005 നിന്ന് 55% ഉള്ള ദാരിദ്ര്യം വെറും 15%. അവിടെ തന്നെ ഇതിനെ കുറിച്ച് എന്താ പല രീതിയിലേക്കുള്ള ഡാറ്റയെ കുറിച്ചിട്ട് പല രീതിയിലേക്കുള്ള പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് ഞാൻ പറയാം. ഈ 2019-21 ഈ മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ് തയ്യാറാക്കിയത് ഇതിനു മുമ്പുള്ള നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, ദേശീയ കുടുംബാരോഗ്യ സർവേ 2019-25 ആ പീരീഡ് 21 ആ സമയത്തുള്ള ദേശീയ 5-ആം റൗണ്ട് ദേശീയ കുടുംബാരോഗ്യ സർവേ 4 ലക്ഷം കുടുംബങ്ങളെ എടുത്തിട്ടാണ് സർവേ നടത്തിയത്. 6 ലക്ഷം കുടുംബങ്ങളെ മാത്രം എടുത്തിട്ടാണ് സർവേ നടത്തിയത്. ഈ ഇന്ത്യയിൽ ഏകദേശം നമുക്കൊരു 120 കോടി എന്ന് പറയല്ലേ, 130 കോടി പറയും. ഇപ്പോഴത്തെ കണക്കിൽ നമുക്ക് ഒരു 150-160 കോടി വരാം. എങ്കിലും നമുക്കൊരു ആവറേജ് കൂട്ടിയാൽ ഇന്ത്യയിൽ ഒരു 30 കോടിക്ക് മേലെ കുടുംബങ്ങൾ ഉള്ള ഇന്ത്യയിൽ വെറും 6 ലക്ഷം കുടുംബങ്ങളുടെ സാമ്പിള് മാത്രം എടുത്തുകൊണ്ടാണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക മെട്രോളജി അല്ലെങ്കിൽ അത് നിർമ്മിച്ചത്. അപ്പം ഇത് ഇന്ത്യയിലുള്ള 30 കോടി കുടുംബങ്ങളുടെ റെപ്രസെന്റേഷൻ കൃത്യമായിട്ട് വരുന്നില്ല. അപ്പം ഇവിടുത്തെ പിന്നെ സാമ്പിൾ സൈസ് തന്നെ വെറും 6 ലക്ഷം കുടുംബങ്ങളെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള സാമ്പിൾ സൈസ് വെച്ചിട്ടാണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. അപ്പം ബഹുമുഖ ദാരിദ്ര്യ സൂചിക നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പോഴത്തെ പുതിയ നിയോ ലിബറൽ പോളിസിന്റെ ഭാഗമായിട്ട് ഇത് സാമ്പത്തിക ബഹുമുഖ ദാരിദ്ര്യ സൂചികയിൽ ഇത് ഭരിക്കുന്ന സർക്കാരിന് നേട്ടമാകുമ്പോൾ അത് അവരെടുത്ത് ഹൈലൈറ്റ് ചെയ്യുകയും ഇതിനെ നേരെ ഓപ്പോസിറ്റുള്ള തൊഴിലില്ലായ്മയുടെ ഇന്ത്യയിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും നമുക്ക് ലഭ്യമല്ലാത്തൊരവസ്ഥയും വരുന്നു. അതാണ്. അപ്പം ബഹുമുഖ ദാരിദ്ര്യ സൂചികയിലുള്ള മെത്രോളജിക്കൽ ഇഷ്യൂസ് അവർ ഹൈലൈറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ മെത്രോളജിക്കലായ ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യാതെ ഇത് അനുകൂലമായിട്ട് വരുമ്പോൾ ഇത് ഒരു വലിയ സംഭവമായിട്ട്, അപ്പൊ ഇന്ത്യയിലെ ദാരിദ്ര്യം 15% ആയിട്ട് കുറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ എടുത്ത് പരിശോധിക്കണം. കോവിഡിന് ശേഷം, പിന്നെ നോട്ട് നിരോധനത്തിന് ശേഷം ജി എസ് ടി പിന്നെ കാര്യമായ മുന്നൊരുക്കമില്ലാത്ത GST ഇത് വന്നു. അതിനുശേഷം ലോക്ക്ഡൌൺ വന്നു. അതിനുശേഷം കോവിഡ് വന്നു. എന്നിട്ടും ഇപ്പൊ ഇത് പ്രൊജക്റ്റഡ് ഇത് അടക്കം പറയുന്നത് ഇനി നമ്മൾ 11.28%
അപ്പം ഇത്രയും പ്രതിസന്ധിയുള്ള, ഇപ്പൊ നമ്മൾ നോക്കിയോ ഈ വർഷത്തെ ഇലക്ഷന്റെ റിസൾട്ട് തന്നെ അനലൈസ് ചെയ്യണം. നോർത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ റിസൾട്ട് തന്നെ അനലൈസ് ചെയ്യുമ്പം ഗ്രാമീണ മേഖലയെ കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ചതിന്റെ സൈനാണ് എന്താ ഭരിക്കുന്ന കക്ഷിക്കെതിരായ ശക്തമായ വികാരം. ഇപ്പൊ എൻ ഡി എക്ക് ആ ശക്തമായ വികാരം വന്നതിന് കാരണം ഗ്രാമീണ മേഖലയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയും ഒരു നഗര കേന്ദ്രീകൃതമായ വികസനം അവിടെയാണ്. ഒരു നഗര കേന്ദ്രീകൃതമായ ഒരു വികസനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും, ഗ്രാമീണ ജനതയെ പൂർണ്ണമായി അവഗണിക്കും. അപ്പം ഒരു സീരീസ് ഓഫ് ഇക്കണോമിക് ഈവന്റ്സ് അല്ലെങ്കിൽ സീരീസ് ഓഫ് സെറ്റ് ബാക്ക് ഇന്ത്യയിൽ വന്നിട്ട് കൂടി അപ്പം നമ്മളിവിടെ പരിശോധിച്ച് നോക്കിയാൽ അപ്പൊ ദാരിദ്ര്യ സൂചിക വെറും ഇനി പ്രൊജക്റ്റഡ് ആണെങ്കിലും 2022-23 11.28 എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ പ്ലാനിങ് കമ്മീഷന്റെ പോലെ ഒരു കൃത്യമായ രീതിയിലേക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ഒരു മെത്തഡോളജിക്കൽ ഫോർമാറ്റ് വെച്ചിട്ടുള്ള ഒരു ദാരിദ്ര്യം അളക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നതാണ് സത്യം. അത് തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഈ വർഷത്തെ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, ആഗോള പട്ടിണി സ്കോർ ഒന്ന് എടുത്ത് കമ്പയർ ചെയ്യാം. അപ്പം നമ്മള് പട്ടിണി സ്കോർ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന ക്ലെയിം ഒരു സൈഡിൽ, മറ്റൊരു സൈഡിൽ ഈ പട്ടിണിയും ദാരിദ്ര്യവും അസമത്വവും ഇല്ല ഒരു ഓപ്പോസിറ്റ് സൈഡും. അവിടെ തന്നെ ഈ ലിസ്റ്റിൽ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇതെല്ലാം വളരെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഇക്കണോമിക്കലി വീക്കായ രാജ്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് വായിക്കാം. യമൻ, സിറിയ, ലിബിയ, നൈജർ, മഡഗാസ്കർ, സാംബിയ, വെനിസുല, ബൊളീവിയ, ഇക്വഡോർ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ. ഈ രാജ്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട ആഗോള പട്ടിണി സൂചികയിൽ. ആഗോള പട്ടിണി സൂചികയിൽ 125 രാജ്യങ്ങൾക്കിടയിൽ 111ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. അത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട്. ഇപ്പൊ നമ്മളെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എടുത്ത് നോക്കിയാൽ 189 രാജ്യങ്ങളിൽ 193 ഈ വർഷത്തെ 193 രാജ്യങ്ങളിൽ 134ാമതാണ് ഇന്ത്യ. അപ്പൊ എവിടെ നമ്മൾ സാമ്പത്തിക വളർച്ച നേടി? അപ്പൊ ഇവിടെ അതിനൊപ്പം നമുക്ക് ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ പോഷകാഹാര കുറവ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഞാൻ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തു പോകുക. കാരണം പട്ടിണി, ദാരിദ്ര്യം, കുട്ടികളുടെ പോഷകാഹാര കുറവ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നത്തിൽ തന്നെ അതിലും മെത്തഡോളജിക്കലായ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ആ മെത്തഡോളജിക്കലായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ മുന്നിൽ ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്തത്. കാരണം ഈ പ്രസന്റേഷൻ തന്നെ എതിരാവുമ്പം അതിനെ ഹൈഡ് ചെയ്യുന്ന ഒരു അവസ്ഥ. ഇവിടെ തന്നെ വളർച്ചാ മുരടിപ്പ്, ഭാരക്കുറവ്, അണ്ടർ 5 മോർട്ടാലിറ്റി. അപ്പം അണ്ടർ വെയിറ്റ് ഉണ്ട്, അണ്ടർ 5 മോർട്ടാലിറ്റി ഉണ്ട്. ഇവിടെ തന്നെ അണ്ടർ വെയിറ്റ് എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം ദേശീയ കുടുംബാരോഗ്യ സർവേ ഉണ്ടാവും. ആദ്യത്തെ കുടുംബാരോഗ്യ സർവേ 1992-93 അതായത് നമ്പർ 2, നമ്പർ 3, നമ്പർ 4, നമ്പർ 5 അങ്ങനെ. അപ്പൊ അവിടെ നമ്മൾ കുട്ടികളുടെ ഭാരക്കുറവ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 1992-93 53% കുട്ടികൾ. അപ്പൊ 2-1 കുട്ടി ഇന്ത്യയിൽ അണ്ടർ വെയിറ്റിൽ ഉണ്ടായിരുന്നു. അത് 98-99 ആകുമ്പോൾ 47%. 2005-6 എത്തുമ്പോൾ 42.5. 2015-16 എത്തുമ്പോഴേക്ക് അത് മുന്നേ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ അണ്ടർ വെയിറ്റ് ആയിരുന്നു. പക്ഷെ 2015-16 തൊട്ട് അത് മാറ്റി. അവിടെയാണ് നമുക്ക് പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ നമ്മൾ നോക്കൂ. അത് 5 വയസ്സ് താഴെയുള്ളതിന് പകരം 3 വയസ്സ് താഴെയുള്ള കുട്ടികളെ ആക്കി മാറ്റി. അങ്ങനെ വരുമ്പം അവിടെ നമുക്ക് ഒരു 42.5 നിന്ന് 35.8ലേക്കും 32.1ലേക്കും. അപ്പം യഥാർത്ഥത്തിൽ ഈ 42.5 ആ ഒരു സ്റ്റാറ്റസ് തന്നെയാണ് ഇന്ത്യയിൽ ഇന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ എറൗണ്ട് ഒരു 40% ഇന്ത്യയിലെ കുട്ടികളിലും ഭാരക്കുറവ് അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ 53, 47, 42.5 പിന്നെ ഒരു മാസ് ഡിക്ലൈൻ വന്നു 35.8. പക്ഷെ അവിടെ ഒരു മെത്തഡോളജിക്കലായ അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉണ്ട്. ഈ നമ്മൾ സാധാരണക്കാരന് മനസ്സിലാക്കുന്ന ഈ മെത്തഡോളജിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സാധാരണക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം, അതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം വെച്ചിട്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊരു തെറ്റായ ഒരു ഇൻഡിക്കേഷൻ കൂടി ഇതിൽ വരും. ഓക്കെ, അവിടെ നിന്ന് നമ്മുടെ ഇന്ത്യ ഒരു ആഗോള സെറ്റിംഗ്സിൽ തന്നെ കുറെ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്.
അപ്പൊ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു നേരത്തെ. IMF ഉണ്ട്, പിന്നെ ലോകബാങ്ക് ഉണ്ട്. 1944 ബ്രട്ടൻ വുഡില് US ബ്രട്ടൻ വുഡിൽ കൂടിയിരുന്നുകൊണ്ട് ഈ മുതലാളിത്ത ശക്തികളുടെ ഈ നിയോ ലിബറൽ നയങ്ങളിൽ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു ശക്തമായിട്ട് ഒരു പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടലുകൾ ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് IMFും വേൾഡ് ബാങ്കെല്ലാം രൂപം നൽകിയത്. അപ്പം പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ, ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾ ഒന്ന് IMF ആണ്, 2 ലോകബാങ്കാണ്. ഇതിനെ രണ്ടിനെയും ബ്രട്ടൻ വുഡിന്റെ ശിശുക്കൾ അല്ലെങ്കിൽ ബ്രട്ടൻ വുഡ് ട്വിൻസ് അല്ലെങ്കിൽ ബ്രട്ടൻ വുഡ് ഇരട്ടകളായിട്ട് അറിയപ്പെടുന്നു. IMFനെയും വേൾഡ് ബാങ്കിനെയും ലോകബാങ്കിനെയും ബ്രട്ടൻ വുഡിന്റെ ട്വിൻസുകളായിട്ട് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ചില റീജിയണൽ ഡെവലപ്മെന്റ് ബാങ്കുകളുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം. റീജിയണൽ ഡെവലപ്മെന്റ് നമുക്കറിയാം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്, ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. ഇവരെല്ലാം പർപ്പസ് നമ്മൾ ഇതന്നെ എടുത്തു നോക്കിയത്. ഇതിലെ പർപ്പസ് വികസന രാജ്യങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികമായ സഹായം നൽകിക്കൊണ്ട് ദാരിദ്ര്യം കുറയ്ക്കുകയും വികസനത്തെ പിന്തുണക്കുകയും ചെയ്യുകയാണ് ഇവരെ മോട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ IMFും വേൾഡ് ബാങ്കും ADBയും പല രീതിയിലേക്കുള്ള, പക്ഷെ അതിലെല്ലാം ചില ചരടുകളുണ്ട്. ഈ ചരടുകളുള്ള ലോണുകൾ അനുവദിച്ചുകൊണ്ട് ഈ നിയോ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പല വികസ്വര രാജ്യങ്ങൾക്കും. ഇപ്പം ഉദാഹരണത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സംഭവങ്ങൾ നമ്മൾ നോക്കിയാൽ മതി. ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും ഇപ്പം IMFന്റെ സഹായം തേടിയിട്ടാണില്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ ഈ നിയോ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ലീഡ് ചെയ്യുന്നത് ഇതേ രീതിയിലുള്ള പിന്നെ ധനകാര്യ സ്ഥാപനങ്ങളാണ്. അവിടെ തന്നെ ഇനി നമുക്ക് അതിൽ നിന്ന് അപ്പം ഒരു നിയോ ലിബറൽ സെറ്റിങ്സിൽ പറഞ്ഞു, അതിന്റെ പിന്നെ ഒരു തിയററ്റിക്കൽ സെറ്റിങ്സ് പറഞ്ഞു, അതില് പിന്നെ ചില കൺട്രി കോണ്ടെക്സ്റ്റ് പറഞ്ഞു, ഞാൻ റീഇക്കണോമിക്സ് പറഞ്ഞു, താച്ചറിസം പറഞ്ഞു, അങ്ങനെ ചില കോണ്ടെക്സ്റ്റ് പറഞ്ഞു. അതിൽ പിന്നെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സ്ഥാപനങ്ങളെ കുറിച്ച് മുന്നോട്ട് വെച്ചു. ഇനി നമുക്ക് പറയാൻ പോകുന്നത് ഈ വികസനത്തിന്റെ പ്രധാനപ്പെട്ട അളവുകോലുകളാണ്. പ്രധാനപ്പെട്ട കുറെ അളവുകോലുണ്ട്. ഇപ്പം വികസനത്തിന്റെ അളവുകോലിൽ നമുക്ക് വികസനത്തിനെ തന്നെ രണ്ടായിട്ട് വേണമെങ്കിൽ വിഭജിക്കുക. ഒന്ന് സാമ്പത്തിക വളർച്ച, രണ്ടാമത് മാനവ വികസനം. ഒന്ന് സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ഗ്രോത്ത്, മറ്റേത് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പൊ സാമ്പത്തിക വളർച്ച നമ്മൾ ജനറലി മെഷർ ചെയ്യുന്നത് GDP ആയിട്ടും പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം അല്ലെങ്കിൽ GDP ആയിട്ടാണ് ഇന്ത്യൻ സാഹചര്യത്തിൽ പിന്നെ കൂടുതൽ പരിഗണിക്കുന്നത്. ഇപ്പം പലപ്പോഴും ഈ സാമ്പത്തിക വളർച്ചയുടെ സൂചകങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് ഈ GDPയും പെർ ക്യാപിറ്റ ഇൻകം മാത്രമാണ്. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് വേരിയബിൾസ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതമാണ്, അല്ലെ, ഓരോ ജനങ്ങളെയും നേരിട്ട് ബാധിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് പെർ ക്യാപിറ്റ ഇൻകം പറഞ്ഞാൽ ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ മൊത്തം ജനസംഖ്യ ആണ്. അപ്പം ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ മൊത്തം ജനസംഖ്യ വരുമ്പം ഈ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് കോർപ്പറേറ്റ്സ് ആണ്. അപ്പം അവിടെ ഈ പിന്നെ ആളോഹരി വരുമാനം എടുത്തു നോക്കുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി പിന്നെ മെച്ചപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങൾക്കും ആ രീതിയിലേക്കുള്ള മെച്ചപ്പെട്ട ഒരു ആളോഹരി വരുമാനം നേടാനും പറ്റുന്നില്ല. അപ്പൊ ഈ സാമ്പത്തിക വളർച്ചയുടെ GDP ആണെങ്കിലും പെർ ക്യാപിറ്റ ഇൻകം എന്നതും ഒരു നല്ല സൂചികയായിട്ട് പല ഡെവലപ്മെന്റ് എക്കണോമിസ്റ്റുകൾ പരിഗണിക്കുന്നില്ല. അവർ സജസ്റ്റ് ചെയ്യുന്ന കുറെ ഓൾട്ടർനേറ്റീവായ പിന്നെ സൂചികകളാണ് പിന്നെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട പല ഇൻഡീസസുകൾ. അതിലൊന്നാണ് നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഇപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്പൊ ലോകത്തെ 5ാമത്തെ ശക്തി എന്തുകൊണ്ട് 134ാമത്തെ റാങ്ക് പോകും? നമ്മൾ ചോദ്യം ചോദിക്കണം, അതിന് ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ലോകത്ത് സാമ്പത്തിക ശക്തിയായി മാറിയ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസം, ആരോഗ്യം, ജീവിത നിലവാരം, ഇത് മൂന്നും കൂട്ടിയിട്ടുള്ള ഒരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതിലെന്തുകൊണ്ട് നമ്മൾ 134ാമത് പോകുന്നു? മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, അതും ഇതേ രീതിയിലേക്ക് തന്നെയാണ്. ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ജെൻഡർ എംപവർമെന്റ് ഇൻഡെക്സ്, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, പട്ടിണി സൂചികകൾ, ഹാപ്പിനെസ് ഇൻഡെക്സ് ആയാലും
ഇങ്ങനെയുള്ള സൂചികകളിലെല്ലാം ഇന്ത്യ പിന്നോക്കം പോകുന്നു. മറ്റൊരു രീതിയിൽ അപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വികസനത്തിന്റെ അളവുകോല് മാറ്റി അല്ലെങ്കിൽ അളവുകോല് യഥാർത്ഥത്തിലുള്ള അളവുകോല് ഇവിടെയുള്ള ജനങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമമാണ് എന്നുള്ള രീതിയിലേക്കല്ല. അതാണ് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു നിയോ ലിബറൽ സെറ്റിംഗ്സിലാണ് ഒരു ഗ്രോത്ത് പെർസ്പെക്റ്റീവ്സ് അമിത പ്രാധാന്യം കൊടുക്കുന്നത് ഒരു നിയോ ലിബറൽ സെറ്റിംഗ്സിലാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു സ്റ്റഡി കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്ലൈഡ് കിട്ടുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇക്കണോമിക് ഗ്രോത്തും ഹ്യൂമൻ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പഠനമുണ്ട്. ആ പഠനം നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്ന ഒരു പഠനം കൂടിയാണ്. അത് ഞാൻ ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെയും ചൈനയുടെയും ഈ ജനസംഖ്യാ ഘടനാ മാറ്റം ഒന്ന് പരിശോധിച്ച് നോക്കിയാണ്. ഈ ജനസംഖ്യ ഞാൻ ഈ സ്ലൈഡ് നിങ്ങൾ ഷെയർ ചെയ്തുതരാം. ഈ ജനസംഖ്യാ ഘടന സമയത്തിന്റെ ആയതുകൊണ്ട് ക്വിക്കായിട്ട് പോകുന്നു. ജനസംഖ്യാ ഘടനാ മാറ്റം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ 0 തൊട്ട് 14 വയസ്സ്, 15 തൊട്ട് 59 വയസ്സ്, 60 വയസ്സിന് മുകളിൽ. അപ്പൊ 1951 ഇന്ത്യയിലുള്ള 15 തൊട്ട് 59 പീരീഡ് ഏറ്റവും ആക്റ്റീവായ വർക്കിംഗ് ഏജ് അല്ലെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ, ആക്റ്റീവ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ 1951 56.6 ആണെങ്കിൽ ഈ 2021 നിൽക്കുമ്പോൾ ഇന്ത്യയിലെ ഈ ആക്റ്റീവ് ഏജ് ഗ്രൂപ്പ് വർദ്ധിക്കുകയാണ് ചെയ്തു 64%. ഇതേ രീതിയിൽ നമ്മളൊരു ഒരു പ്രൊജക്ഷൻ ആണ് UN ഡാറ്റാ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊജക്ഷൻ നടത്തിയപ്പം 2100 50% ഉണ്ടാവും. അപ്പൊ ഇന്ത്യന്റെ മൊത്തം ജനസംഖ്യന്റെ ആവറേജിന് മേലെ അല്ലെങ്കിൽ നേർപകുതിക്ക് മേലെ ഏറ്റവും ആക്റ്റീവ് ഏജ് ഗ്രൂപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിനാണ് നമ്മൾ പറയുന്നത് ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. ഇന്ത്യക്കാണ് മറ്റൊരു രാജ്യത്തിന് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉണ്ട്. അപ്പം ആ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അപ്പൊ അവിടെ നമ്മൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നോക്കുമ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യന്റെ സ്ട്രെങ്ത് ആണോ അല്ലെങ്കിൽ ഇന്ത്യൻ ജനസംഖ്യയിൽ പോകും. പക്ഷെ ഈ ജനസംഖ്യക്ക് പട്ടിണി, ദാരിദ്ര്യം, അസമത്വം, തൊഴിലില്ലായ്മ ഇങ്ങനെയുള്ള ഒരു ദുരിതപർവം താണ്ടുന്ന ഒരു ജനത ഉണ്ടായാൽ ആ ജനതക്ക് എങ്ങനെ ഒരു രാജ്യത്തിന്റെ സമ്പത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം? അവർക്ക് എങ്ങനെ ജോലിക്ക് പോകാൻ പറ്റും? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു മെച്ചപ്പെട്ട ആരോഗ്യ ഇതാക്കും? അപ്പം എങ്ങനെ അവർക്ക് ഒരു സ്കില്ല് വർദ്ധിപ്പിക്കും? ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിയാൽ മതി എങ്ങനെ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ ആ സ്കില്ല് അപ്പൊ അവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇന്ത്യന്റെ പോളിസികൾ പലപ്പോഴും ഈ സാമ്പത്തിക വളർച്ച എന്ന രീതിയിലേക്ക് ഇങ്ങനെ അതിന് ചുറ്റും വലയം ചെയ്യുന്നതിന് പകരം ഇന്ത്യന്റെ ഡെവലപ്മെന്റ് ഇന്ത്യന്റെ വികസന ചർച്ചകൾ മൊത്തം മനുഷ്യ കേന്ദ്ര അല്ലെങ്കിൽ ഹ്യൂമൻ സെൻട്രിക് ആയി ഇന്ത്യയിലെ മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുക, ഇന്ത്യയിലെ ജനതയെ കുറിച്ച് ചിന്തിക്കുക. ഇന്ത്യയിലെ ജനതക്ക് അപ്പം പറഞ്ഞ 2100 നമുക്ക് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ഉണ്ട്. ഇന്നും നമുക്ക് 61% കണ്ടോ. 2021 എത്തുമ്പോൾ 64% ആക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഉള്ള ഒരു രാജ്യം. അപ്പൊ അതേ ഇത് ചൈനയോട് കമ്പയർ ചെയ്യുമ്പോൾ ചൈനക്ക് അത് നഷ്ടപ്പെട്ടു പോയാൽ നിന്ന് 2021 64.3 ആണെങ്കിൽ ഇനി അങ്ങോട്ട് പിന്നെ ഇനി 2051 തൊട്ട് ഇങ്ങോട്ട് അതിന്റെ ആക്റ്റീവ് ചൈനക്ക് ആ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇന്ത്യക്ക് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നേടിക്കൊണ്ടുപോയാണ്. എന്നിട്ടും ഇന്ത്യക്ക് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നേടിക്കൊണ്ടു പോകുമ്പോഴും നമ്മൾ ആ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് പാഴാക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഇത് കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ജനസംഖ്യയുടെ ശരാശരി പ്രായം, ഇന്ത്യയിലെ ജനസംഖ്യയുടെ ശരാശരി പ്രായം എന്ന് പറഞ്ഞാൽ 28.4 ആണ്. ചൈനയുടെ 38.4, US 38.3, ഇന്തോനേഷ്യ 29.7, പാകിസ്ഥാൻ 22.8, സ്വീഡൻ 41.1, ഫിൻലാൻഡ് 43.3, നോർവേ 39. ഇപ്പം ഫിൻലാൻഡ്, സ്വീഡൻ എല്ലാം പറഞ്ഞാൽ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്, വികസനത്തിന്റെ വലിയൊരു ഉദാത്ത മാതൃകയാണ്. പക്ഷെ അവരെല്ലാം വയസ്സായി അല്ലെങ്കിൽ ശരാശരി പ്രായം 40 വയസ്സിന് മേലേക്ക് പോകുമ്പോൾ ഇന്ത്യ ഇന്നും ഇന്ത്യന്റെ ജനസംഖ്യയുടെ ശരാശരി പ്രായം 28. അപ്പൊ അത്രയും ആക്റ്റീവായ ഒരു യൂത്തിലുള്ള ഒരു രാജ്യത്താണ് ഈ നമ്മൾ അഡ്രസ് ചെയ്യാത്ത പല പ്രശ്നങ്ങളും ഉള്ളത്. അപ്പം വികസനത്തോടുള്ള കാഴ്ചപ്പാട് നമ്മളെ കൺവെൻഷണൽ കാഴ്ചപ്പാടിലേക്കാണ് ലോകം മൊത്തം. അതൊരു നിയോ ലിബറൽ ഒരു ക്യാപിറ്റലിസ്റ്റ് സെറ്റിംഗ്സിലാണ്. ഈ സാമ്പത്തിക വളർച്ച എന്ന രീതിയിലേക്ക് മാത്രം ഇല്ല രീതിയിലേക്ക് ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു
പരമ്പരാഗത വീക്ഷണമാണ് ലോകത്ത് മൊത്തം. കാരണം അതിനെ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇക്കണോമിക്സിൽ തന്നെ അതിനെ 2 ആശയഗതിയായിട്ടാണ് ഞങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഇതിനെ ഒരു ആശയഗതിനെ നമ്മൾ പറയും ഒരു മെയിൻ സ്ട്രീം എക്കണോമിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഓർത്തഡോക്സ് എക്കണോമിക്സ് എന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ആശയഗതിനെ നമ്മൾ ഇക്കണോമിക്സിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ സാമ്പത്തിക വളർച്ച മാത്രമാണ് ഒരു രാജ്യത്തിന്റെ ലക്ഷ്യം. ആ സാമ്പത്തിക വളർച്ചയിൽ തന്നെ എന്താ സെൽഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, റാഷണാലിറ്റി ഉണ്ടാവും, പിന്നെ ഒരു ഈക്വിലിബ്രിയം നെക്സസ്, ആ രീതിയിലേക്കുള്ള ഒരു കൺവെൻഷണൽ ഒരു ഇക്കണോമിക്സ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് എക്കണോമിക്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ഇന്നത്തെ പുതിയ ആർഗ്യുമെന്റ്, ഇന്ന് ഇക്കണോമിക്സിൽ ഇപ്പം പുതിയ കാലത്ത് വരുന്ന ഒരു പുതിയൊരു ആശയഗതി എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും നമ്മൾ പുതിയ ആശയഗതി നമുക്ക് അറിയുന്ന ആശയഗതികൾ തന്നെയാണ്. ആ ആശയഗതിനെ നമ്മൾ എക്കണോമിക്സിൽ പറയുന്നത് ഹെട്രോഡോക്സ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. ഹെട്രോഡോക്സ് എക്കണോമിക്സ്. അപ്പൊ ഈ ഓർത്തഡോക്സിന് പാരലൽ ആയിട്ടുള്ള പല പുതിയ ആശയഗതികളും വളർന്നു വരുന്നുണ്ട്. ആ ആശയഗതികളിൽ ഒന്നാണ് മാർക്സിയൻ എക്കണോമിക്സ്. ആ ആശയഗതിയിൽ ഒന്നാണ് ഫെമിനിസ്റ്റ് എക്കണോമിക്സ്. ആ ആശയഗതിയിൽ ഒന്നാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. ഇന്നിപ്പോ ഇക്കണോഫിസിക്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയഗതികൾ വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ എന്താ പണ്ട് കാലത്തുള്ള ഒരു സാമ്പത്തിക ചിന്താഗതി എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്താ ഒരു പിന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് മോഡലിംഗ് ഉണ്ടാക്കും, ഒരു എക്കണോമിക് മോഡൽ, കുറെ മാത്തമാറ്റിക്കൽ മോഡലിംഗ് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ആ രീതിയിലേക്കുള്ള ഒരു ഇതാണ്. പക്ഷെ ഇന്ന് ഈ ഹെട്രോഡോക്സ് എക്കണോമിക്സിന്റെ ഒരു ആശയഗതിയിലേക്ക് വരുമ്പം അതിന് വരുന്നത് നമുക്ക് ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട, അതിനൊപ്പം പിന്നെ ഹിസ്റ്ററി മാത്രം, ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട, അതിനൊപ്പം എന്താ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ വേണം. അപ്പൊ ഒരു ഇക്കണോമിക് ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം, അതിന്റെ ഒരു ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉണ്ടാവണം, ആ രീതിയിലേക്ക്. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഈ ഡഡ്ലി സിയറിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു രാജ്യം ദാരിദ്ര്യം, അസമത്വം, തൊഴിലില്ലായ്മ എന്നിവ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുമ്പോഴാണ് വികസനം എന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പം ഇതില് അദ്ദേഹം 3 ക്വസ്റ്റ്യൻ ആണ്: ദാരിദ്ര്യത്തിന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയ്ക്ക് എന്ത് സംഭവിച്ചു, അസമത്വത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലേക്ക് ഇതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പം വികസനത്തിന്റെ 3 പ്രധാന മൂല്യങ്ങളായിട്ട് ഡെനിസ് ഗൗലറ്റ് അദ്ദേഹത്തിന്റെ ബുക്ക് ക്രൂവൽ ചോയ്സ്, എ ന്യൂ കൺസെപ്റ്റ് ഇൻ തിയറി ഓഫ് ഡെവലപ്മെന്റ്, അദ്ദേഹം 3 ആശയങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഒരു വികസനത്തിൽ ഒരു ബദൽ കാഴ്ചപ്പെടൽ എന്താ? സാധാരണ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവും അതിനൊരു പ്രാപ്തി ഉണ്ടാക്കുക. രണ്ടാമത് ഒരു മൂല്യബോധവും ആത്മാഭിമാനവും ഉണ്ടായിരിക്കുക. ഒരു സെൽഫ് എസ്റ്റീം, നമ്മൾ ഒരു ഡിപ്പെൻഡന്റ് ആണെന്നൊന്നും വിചാരിക്കണ്ട, ഒരു സെൽഫ് എസ്റ്റീം, മൂല്യബോധവും ആത്മാഭിമാനവും. പിന്നെ രാഷ്ട്രീയവും സാമ്പത്തികമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ ചോയ്സ്, അതാണ് ഒരു കറക്റ്റ് രാഷ്ട്രീയവും സാമ്പത്തികമായ ഒരു ചോയ്സ്, ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഈ രീതിയിലേക്കാണ് ഈ ആശയഗതിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് അമർത്യാസെന്റെ ആശയം. ഈ അമർത്യാസെന്റെ ആശയവും തന്നെ വികസനം തന്നെ സ്വാതന്ത്ര്യം. അവിടെ പറയുന്നത് എന്താ? സ്വാതന്ത്ര്യത്തെ വിപുലീകരിക്കുന്ന പ്രക്രിയയാണ് വികസനം. അതിൽ പലപ്പോഴും എന്താ, പലപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവകാശത്തെ ഹനിക്കുന്ന പല സെറ്റ് ബാക്കുകളുണ്ട്. അതിലാണ് ദാരിദ്ര്യം, അസമത്വം, പോഷകാഹാരക്കുറവ്, തൊഴിലില്ലായ്മ, സാമൂഹ്യ അവസരങ്ങൾ. അപ്പൊ ഈ പലതരത്തിലുള്ള അസ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കുകയും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഒരു പുതിയ സ്വാതന്ത്ര്യത്തിന്റെ തിരിച്ചറിവിലേക്ക് എത്തിച്ചേരൂ എന്നതാണ് അമർത്യാസെന്റെ ഒരു ആശയഗതി. പല വികസന മാതൃകകളിൽ, ഞാൻ സമയത്തിന്റെ പരിമിതി ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. സ്കാൻഡിനേവിയൻ എക്സ്പീരിയൻസ് നമുക്കറിയാം, ലാറ്റിൻ അമേരിക്കൻ ഉണ്ട്, ക്യൂബന്റെ വികസന മാതൃകയിൽ വിദ്യാഭ്യാസത്തിന്, ആരോഗ്യത്തിനും പ്രാധാന്യം കൊണ്ടുവരുന്നു. അവിടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്നും ഈ പുതിയ കാലത്തും ഒരു നിയോ ലിബറൽ സെറ്റിംഗ്സിൽ കൊണ്ട് ഈ സെൻ ഭഗവതി ഡിബേറ്റ് റീസ്റ്റാർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ശരിക്കും 2014 കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കം വെച്ചത്. ഇതൊരു റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് ഇപ്പം. അപ്പം സാമ്പത്തിക വളർച്ചയാണോ മുഖ്യം, അല്ല മാനവ വികസനം, അതായത് മനുഷ്യ കേന്ദ്രീകൃത വികസനമാണോ മുഖ്യം എന്നുള്ള രീതിയിലേക്കുള്ള, ഇപ്പൊ സെന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃത വികസനമാണ് ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് പോലുള്ള ഇത് നേട്ടം കൊയ്യാൻ പറ്റും. പക്ഷെ ജഗദീഷ് ഭഗവതിനെ, അരവിന്ദ് പനഗാരിയെ പോലുള്ള സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് സാമ്പത്തിക വളർച്ചയാണ് മുഖ്യം, ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സാമ്പത്തിക വളർച്ചയാണ് മുഖ്യം. അപ്പം ഈ രീതിയിലേക്ക്, അപ്പം സെന്നും ഭഗവതി ഈ ഡിബേറ്റിലാണ് മുന്നോട്ട് വെച്ചത്. ഈ ഗുജറാത്ത് കേരള മാതൃകന്റെ ഒരു വലിയ ചർച്ചകളെല്ലാം ഈ സമയത്ത് മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഒരു സെൻ ഭഗവതി ഡിബേറ്റിന്റെ ഒരു റീവേർഷൻ, കാരണം ഈ ഒരു പുതിയ ഒരു റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്.
ആ റീസ്റ്റാർട്ട് ചെയ്യേണ്ട കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ നേടിയെന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തത്? പലപ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തതിലും നമുക്ക് പരിമിതിയുണ്ട്. കാരണം ദാരിദ്ര്യത്തിന്റെ കൃത്യമായ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ഇന്ത്യയിലെ തൊഴിലില്ലായ്മന്റെ കൃത്യമായ ഡാറ്റ നമുക്ക് അവൈലബിൾ അല്ല. ദാരിദ്ര്യത്തിന്റെ ഒരു പോസിറ്റീവ് സൈൻ കാണിക്കുന്ന മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന്റെ ഡാറ്റ അത് പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട് അത് എടുത്ത് ഹൈലൈറ്റ് ചെയ്യും. അപ്പം ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇന്ത്യയെ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ ഒരു ഇംബാലൻസ് സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ നമുക്കൊരു കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അവിടെ തന്നെ പലപ്പോഴും നമ്മളൊരു കേരളത്തിന്റെ ഒരു വികസന മാതൃക പലപ്പോഴും നമ്മൾ എല്ലായിടത്തും ഡിസ്കസ് ചെയ്യുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തും എല്ലാം പലപ്പോഴും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഒരു ഏരിയ ആണ്, ഹോട്ട് ഡിബേറ്റ് ആണ്. പലപ്പോഴും ഈ ഹോട്ട് ഡിബേറ്റ് ഈ ചർച്ച ചെയ്യുമ്പോൾ ഈ കേരള വികസനത്തിന്റെ അനുഭവത്തെ ഇപ്പൊ നമ്മളൊരു ഒരു ഒരു ഇന്റർനാഷണൽ പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ഒരു നാഷണൽ സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ ഒരു കേരള സെറ്റിംഗ്സിലോ ഉള്ള രീതിയിലേക്ക് 3 രീതിയിലേക്ക് ഈ കേരള വികസന അനുഭവത്തെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു എന്താ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നൊരു നറേറ്റീവ്സ് സൃഷ്ടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ യഥാർത്ഥ വികസന അനുഭവം അല്ലെങ്കിൽ ആ ക്രെഡിറ്റ്സ് കേരളത്തിന്റെ വലിയ ക്രെഡിറ്റ്സ് തന്നെയാണ്. കാരണം പറഞ്ഞാൽ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് രംഗത്തിലെ മാനവ വികസന രംഗത്തുണ്ടായ ക്രെഡിറ്റ്സിനെ പലപ്പോഴും ഇല്ലായ്മ ചെയ്യുന്ന ഒരു പോളിസി പലയിടത്തും ഇപ്പം പറഞ്ഞാൽ ഈ നമ്മളെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ കേരള മോഡൽ എന്ന് പറയണ്ട, കേരള വികസന അനുഭവത്തെ പലപ്പോഴും അവഗണിക്കുകയോ അല്ലെങ്കിൽ അതൊരു പരാജയം എന്നുള്ള രീതിയിലേക്ക് പലയിടത്തും ചിത്രീകരിക്കുന്ന കാണാണ്. പക്ഷെ അത് അവിടെ നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടത് ഇപ്പൊ കേരളത്തിലെ വികസന അനുഭവങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഭൂപരിഷ്കരണമുണ്ട്, പിന്നെ ഈ സാക്ഷരതാ പ്രസ്ഥാനങ്ങളുണ്ട്, ജനകീയ ആസൂത്രണമുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ശരിക്കും കേരളത്തിന് കൈപിടിച്ച് ഉയർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ സാധ്യതയാണ് ഈ നോളജ് എക്കോണമിന്റെ വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. പക്ഷെ ആ വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ ഇനി നമുക്ക് കുറെ മുന്നോട്ട് പോകാനുണ്ട്. അപ്പം ഇപ്പൊ നിലവിൽ ഈ കേരളത്തിന്റെ വികസനത്തിന്റെ സുസ്ഥിരതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നിന്നിപ്പം. അപ്പൊ ഒന്ന് പറഞ്ഞ ഒരു സ്റ്റാഗ്നന്റ് ആയ ഒരു ഗ്രോത്ത് ആണ്, ഒരു സെക്ടർ ഇംബാലൻസ് ഉണ്ട്. അഗ്രികൾച്ചർ പിന്നെ ഈ 3 സെക്ടർ എടുത്ത് നോക്കുമ്പോഴും കാർഷിക മേഖലയിൽ ഒരു സ്റ്റാഗ്നൻസി, പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒരു സ്റ്റാഗ്നൻസി, ഒരു സർവീസ് മേഖലയ്ക്ക് അമിത പ്രാധാന്യം അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും പരിഹരിക്കാനുണ്ട്. ഇനിയും ശരിക്കും പറഞ്ഞാൽ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലുള്ളവർക്ക് ഇനിയും നമുക്ക് കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം കൊണ്ടുവരാൻ പറ്റും. ഈ പുതിയ കാലത്തിന് ടെക്നോളജിന്റെ സാധ്യതകളിൽ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഇപ്പം അഗ്രി സ്റ്റാർട്ടപ്സുകൾ പോലുള്ള പുതിയ സാധ്യതകൾ നമുക്ക് വിലയിരുത്താൻ പറ്റും. പിന്നെ കേരളം ഇപ്പം നിലവിലുള്ള ധനപ്രതിസന്ധി ഉണ്ട്, വിദ്യാസമ്പന്നരുടെ ഇടയിൽ ഉയർന്ന തൊഴിലില്ലായ്മ, അത് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് നമ്മൾ കേരളം അഡ്രസ് ചെയ്യുന്നു. പിന്നെ ഉയർന്ന നിരക്കിലുള്ള ജീവിതശൈലി രോഗങ്ങൾ, അത് കേരളത്തിന് ഭാവിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇതാണ്. പിന്നെ 60 മേലെയുള്ള 60+, അപ്പം 60+, അപ്പൊ അവരെ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, ഒരു കെയർ എക്കോണമിന്റെ ആവശ്യകത ഈ ഭാവിയിലേക്ക് കേരളം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ഡെമോഗ്രഫിക് ഡിവിഡന്റ് ആയിട്ട് ബെനിഫിറ്റ് കിട്ടുമ്പോഴും ഈ കേരളത്തിന് അത്ര ബെനിഫിറ്റ് കിട്ടാതെ ഏറ്റവും രീതിയിൽ ഒരു 60+ വരുന്നു. ഈ ലിംഗ അസമത്വത്തിന്റെ പ്രശ്നങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം, നഗരവൽക്കരണത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കേരളത്തിന്റെ വികസനം ഒരു വികസന മാതൃക നമ്മൾ പിന്തുടരും. പലപ്പോഴും വികസന മാതൃകയിൽ പിന്നെ പല ത്രെട്ടുകൾ നമുക്ക് വന്നതിൽ ഒരു നിയോ ലിബറൽ പോളിസിന്റെ ഒരു ഇമ്പാക്ട് അതിലുണ്ട്. അപ്പം പലപ്പോഴും ഇവിടെ ചില ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് ശ്രദ്ധിച്ച സമയത്തും നിയോ ലിബറലിസത്തെ ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തു എന്നുള്ള രീതിയിലേക്കല്ല, നിയോ ലിബറൽ ആഗോളതലത്തിൽ തന്നെ ഒരു പിന്നെ നമ്മുടെ ഗ്രാമങ്ങളെ ഒരു ലോക്കൽ എക്കോണമിനെ ഒരു ഗ്ലോബൽ എക്കോണമിയായിട്ട് ലിങ്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഒരു മാറ്റങ്ങൾ നിയോ ലിബറലിസത്തിൽ വന്നു. പക്ഷെ നിയോ ലിബറലിസത്തിൽ ആകെ നമ്മളൊന്നും എടുത്ത് നോക്കിയാൽ നമ്മുടെ വ്യക്തികളുടെ ചിന്താഗതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയം മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല, സാംസ്കാരികം മാത്രമല്ല, എല്ലാം അങ്ങനെ പല മേഖലകളിലും ഈ നിയോ ലിബറലിസത്തിന്റെ ഇമ്പാക്ട് വന്നിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും പറയും, അപ്പൊ നിയോ ലിബറലിസം കൊണ്ട് അല്ലേ നമ്മൾ ഇന്നുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ? നിയോ ലിബറലിസം അല്ല, അത് ടെക്നോളജി ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി അതിന്റെ കൂടിയുണ്ട്.
അപ്പൊ ഒരു നിയോ ഞാനിവിടെ പറഞ്ഞതിന് ജസ്റ്റ് ഒന്ന് ഞാൻ ചുരുക്കാം. അപ്പൊ നിയോ ലിബറലിസം, ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ് കൊടുത്ത് എന്താണ് ഒരു നിയോ ലിബറലിസം എന്ന് പറഞ്ഞു. അതിന് ഒരു സൈദ്ധാന്തികമായ അടിത്തറ തന്നു. എന്താ ആഗോളതലത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ അത് പല വകഭേദങ്ങളിൽ അറിയപ്പെടുന്നു. ആ വകഭേദങ്ങളിൽ അറിയപ്പെടുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഒരു നിയോ ലിബറൽ സെറ്റിംഗ്സിൽ ഈ സാമ്പത്തിക വളർച്ചയും ഈ സാമൂഹ്യ വികസനവും തമ്മിലുള്ള ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഈ ഒരു ചെറിയ ഒരു മണിക്കൂർ കൊണ്ട് മാത്രമല്ല, ഇത് നമുക്കൊരു 100 മണിക്കൂർ വരെ അല്ലെങ്കിൽ അത്രയും ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയ ടോപ്പിക്കാണ്. ഈ പരിമിതിക്കുള്ളിൽ ചെറിയൊരു സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ഒരു വളരെ ഒരു ഹറിബറി ആയിട്ട് പ്രസന്റ് ചെയ്തു. ഞാൻ ഇനി ബാക്കി ഉള്ള ഇത് ഞാൻ അതിന്റെ ചാറ്റ് ബോക്സിലുള്ള കമന്റ്സ് നോക്കിയിട്ട് മറക്കാം.